ഹലോ, ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആവോലി മീൻ കഴിക്കാനുള്ള പൂതി കൊണ്ടിട്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി. പക്ഷേ അവിടെ കിട്ടിയത് വേറെ ആയിരുന്നു. മുള്ളൻ മേടിച്ചു, കുറച്ച് ചെമ്മീൻ മേടിച്ചു, കുറച്ച് കേരമീൻ മേടിച്ചു, പിന്നെ ഇത്തിരി പച്ചക്കറിയും. വാ, വീട്ടിലേക്ക് വാ. ഞാൻ എന്തൊക്കെ എടുത്ത് വെച്ചെന്നറിയോ? കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ചുമന്ന വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ചുമന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി ഞാൻ പുളി അമ്മ എടുത്ത് വെക്കണം. പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെക്കാം. ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു കുടംപുളി മരമുണ്ട്. അവിടെ നിന്ന് വീഴുന്ന പുളി ഞാൻ പറക്കിയെടുത്ത് വെക്കാറുണ്ട്. നല്ല അസല് പുളിയാട്ടോ. ആദ്യം വേറെ ചട്ടിയിലാണ് വെക്കണത്, അതിൽ തന്നെയാണ് വെക്കണത്. ആ ചട്ടി തന്നെയല്ലേ വെക്കണല്ല? നീ അതിലിട്ട് കഴിഞ്ഞാൽ ചെയ്യണം. വഴറ്റിയിട്ട് ചട്ടി ഇട്ടാൽ മതി. ചട്ടി ഒരുപാട് ചൂട് പിടിക്കണം. അപ്പൊ നമുക്ക് മീൻ കറിയുടെ ശരിയാക്കാൻ തുടങ്ങാം. മറ്റേ ഇതിന്റെ അമ്മച്ചി പുളി ചൂടോത്തിട്ട് വെക്കണേ കുറച്ച് സമയം. അതിൻ്റെ ഇതുള്ളി എന്നിട്ട് അത് അല്ലെങ്കിൽ കട്ട് ഉണ്ടാവും. മറ്റേ വെളിച്ചെണ്ണ ആ പുളി ഇങ്ങനെ ഉണക്കി എടുത്തു കേട്ടോ. കുറച്ച് പുളിയാ വേണ്ടേ? അവിടെ വരുന്നുണ്ടോ? ഈ പുളി ഇങ്ങനെ ആക്കി എടുത്തത് നമ്മുടെ ആ സൈഡിൽ ഇങ്ങനെ വീണ് കിടക്കും കേട്ടോ. കണ്ടോ? ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. നല്ല പുളിയാ. നമുക്ക് തട്ടിലേക്ക് നോക്കാം. കേരമീനാണ് കേട്ടോ, 1/2 കിലോ ഉള്ളൂ. നമുക്ക് ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഈ 2 കഷ്ണം ഇഞ്ചിയും കൂടി നല്ലപോലെ ചതച്ചെടുക്കാം. ഓക്കെ. അപ്പൊ ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോമേ. ഓക്കെ. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ ഇച്ചിരി ഉലുവ ഇടുവാണ്. ഒരു നുള്ളു കടുക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി. നമുക്ക് മീൻകറി ഇടാൻ വേണ്ടിയിട്ടുള്ള പൊടിയെ വെള്ളത്തിൽ കുഴച്ച് മിക്സ് ചെയ്ത് വെക്കണം. അതിന് കുറച്ച് മുളക് പൊടി ഇട്ട്, എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ ഇട്ട്, കുറച്ച് നല്ല മുളക് പൊടി ഇട്ടുള്ളൂ, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് വെള്ളത്തിൽ നല്ലപോലെ ചാലിച്ചെടുത്തു. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ഒരേപോലെ മൂത്ത് കിട്ടും കേട്ടോ. ആദ്യമൊക്കെ പൊടിയായിട്ടാണ് ഇട്ടിരുന്നത്, പിന്നെ ഇങ്ങനെ ആക്കി. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചതില്ലേ, അത് നമുക്ക് ചേർക്കാം. അത് നല്ലപോലെ വഴട്ടാം. നമുക്ക് എണ്ണ തെളിയോളം നല്ലപോലെ വഴട്ടിയെടുക്കാം. എന്നിട്ട് ഈ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് വയ്ക്കാം, മിക്സ് ചെയ്ത് വയ്ക്കാം. അത് വഴട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി വിടാം. ഓക്കെ. ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ആ പുളി. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞിട്ട് ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും. അതുപോലെ നല്ലപോലെ ഇപ്പോൾ ഏകദേശം മൂട്ടുണ്ട്. അതിൻ്റെ കളർ വരെ മാറിയിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുവരെ നമുക്ക് പാകം. നമുക്ക് ആ പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് പുളി ഉണ്ടായിരുന്നു, ആ പുളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം.
തക്കാളി, മല്ലിപ്പൊടി ഇത് രണ്ടും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. സാധാരണ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയൊക്കെ ചേർക്കാറുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് നമുക്കങ്ങനെ തിളയ്ക്കാൻ വെക്കാം. തിളക്കട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് ചട്ടി മാറ്റണം. മൺചട്ടിയിലേക്ക് ഇത് പകർത്തി വെക്കണം. എന്നിട്ട് ഇനിയുള്ള പാചകം മൺചട്ടിയിൽ. ഉപ്പ് ഇത്തിരി കുറവായതുപോലെ തോന്നി. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ നല്ലപോലെ തിളച്ച് തുടങ്ങിയപ്പം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പണിയുണ്ട്. നമുക്ക് കപ്പ ഇരിക്കണം, കപ്പ വേവിക്കണം. ഈ മീൻ തിളച്ച് വെച്ചിട്ട് വേണം എനിക്ക് കപ്പ വേവിക്കാൻ പോകാൻ. എനിക്കല്ല, അമ്മയ്ക്ക്. അമ്മയെ വെക്കുള്ളൂ, എനിക്കറിയാൻ പാടില്ല. അമ്മ ഭയങ്കര കപ്പ കൊതിച്ചിയാണ്. കൂടുതൽ തിന്നുന്തോറും കൊതി കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. കേട്ടിട്ടില്ലേ? എവിടെ കപ്പ കണ്ടാലും എന്നെ തിരിഞ്ഞു നോക്കും. വെളിച്ചെണ്ണയ്ക്ക് വില കൂടി കൊണ്ടാണ് അമ്മ ഇങ്ങനെ പിശിക്കണേ. അല്ല, ഇത് പറയണ്ടേ? വേണം, ആവശ്യത്തിന് വേണമല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി. ഇനി ഒഴിക്കുന്നമ്മ. ഓ ശരി, ഒട്ടും കുറയ്ക്കണ്ട. ശരി. വീട്ടിലെ പണ്ട് കപ്പ ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ച് കൊത്തി അരിഞ്ഞ് താഴെ തോട്ടത്തിനകത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ കൊണ്ടുവച്ചാൽ കഴുകുന്നത്. കാരണം വീട്ടിലോട്ട് വെള്ളമൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കുളത്തിൽ കൊണ്ടുവച്ച് കപ്പയുടെ കട്ടുണ്ട് ഒരു 5-6 പ്രാവശ്യം കഴിയും കൂടെ കളയും. കളഞ്ഞിട്ട് വലിയ മംഗലത്തിലിട്ട് വേവിക്കും. മണ്ണിൻ്റെ കലവ. എന്നിട്ട് ആദ്യത്തെ വേഗാത്ത കപ്പയാണെങ്കിൽ ആദ്യം തിളയ്ക്കുമ്പോൾ വെള്ളം ഊറ്റിക്കളയും. രണ്ടാമത് വെള്ളം ഒഴിക്കും. വേഗാത്ത കപ്പയാണെങ്കിൽ, കട്ടുള്ള കപ്പയാണെങ്കിൽ. കട്ടില്ലാത്ത കപ്പയാണെങ്കിൽ വെള്ളം തിളയ്ക്കുമ്പോൾ അങ്ങോട്ട് വാരിയിട്ട് 2-3 തിള തിളയ്ക്കുമ്പോഴത്തേനും വേകും. എന്നിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വെളുത്തുള്ളിയും ജീരകവും തേങ്ങായും പച്ചമുളകും കൂടി ചതച്ച് വാരിയിടും. അമ്മ ഇങ്ങനെ പൊളിക്കുന്നത്? അത് കഷ്ണമായിട്ട് പൊളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊളിക്കാറുണ്ടല്ലോ. ശരിയാ. എന്നിട്ട് ഇത് ചതച്ചിട്ട് ഒരു തിരികെയുണ്ട്. തിരിക തണുകൊണ്ട് വട്ടം കെട്ടിയ തിരികെയുണ്ട്. കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ തിരികയിലോട്ട് ഇതെടുത്ത് വെക്കും. എടുത്ത് വെച്ചിട്ട് കപ്പ നല്ലതാണോ? ആ, കുഴപ്പമില്ല. എടുത്ത് വെച്ചിട്ട് അയ്യത്തെ കപ്പ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പോകുമ്പോൾ ഒരു കപ്പ അങ്ങോട്ട് പറിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലേ? നമുക്ക് എടുത്ത് വെക്കണ്ടേ? അത് എടുത്ത് വെച്ചാലും കറുപ്പ് നിറം പോലെ കപ്പ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ. കപ്പ കഴിക്കാത്ത ദിവസമില്ല. എന്നിട്ട് കപ്പയും മീൻകറിയും, അല്ലെ കപ്പയും ഇറച്ചിക്കറിയും. അമ്മ ഇവിടെ അപ്പച്ചന്റെ വീട്ടിൽ വന്നപ്പം കപ്പയൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചി നിങ്ങളപ്പോ കപ്പിന്റെ നടക്കാറില്ല? അമ്മ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഇവിടെ അപ്പച്ചന്റെ അടുത്ത് വരുമ്പോ ഇവിടെ കപ്പയൊന്നും ഇല്ല. ഇവിടെ കപ്പ മേടിക്കണം. ഞങ്ങൾക്ക് കപ്പയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഇത് കപ്പയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കപ്പയില്ലെങ്കിൽ രക്ഷയില്ല. ഞങ്ങൾ 3-4 പേരുണ്ട് വീട്ടിലെ. ഞങ്ങൾക്ക് കപ്പയില്ലെങ്കിൽ രക്ഷയില്ല. ഇവിടെ കപ്പ അങ്ങോട്ട് വിളമ്പും. ചിലപ്പോൾ ഇലക്കകത്ത് വിളമ്പും, ചിലപ്പം പ്ലേറ്റിനകത്ത് വിളമ്പും. ഇവിടെ കപ്പയും ചോറും ഈ മീൻകറിയും കൂടെ അങ്ങോട്ട് കുഴച്ച് മോരുകറിയും ചേർക്കും. മോരുകറി. അപ്പം ഇങ്ങനെ കൊത്തി പിള്ളേർക്ക് വേവിക്കണതാ ഇഷ്ടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പോന്നു. കപ്പയിൽ ചെറിയ കറുപ്പ് പാട് വന്നിട്ടുണ്ടല്ലോ. എന്താമേ ഈ കപ്പിന്റെ സൈഡിൽ ഒരു കറുത്ത പാട് വന്നിട്ടുണ്ട് ചെറുതായിട്ട്, വേര് പോലെ. അത് 2 ദിവസമായ കപ്പയായിരിക്കും. അത് കുഴപ്പമില്ല. കേട്ട് വെച്ചത് 2 ദിവസം കുഴപ്പമില്ല. നല്ല കപ്പയാ, കയ്പൊന്നുമില്ല. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇത്രയൊന്നും പോരാ. ഒരു മുറം നിറച്ച വേവിക്കുന്നേ. നമ്മുടെ തള്ളവരൽമേ ഇരിക്കുന്ന പുളിയാണോ? പുളി. സൂപ്പർ കപ്പയാ. എല്ലാവർക്കും ഇഷ്ടം വേവിക്കലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വേവിക്കലും പുഴുങ്ങലും വേറെ വേറെ ആട്ടോ. എനിക്ക് മാറിപ്പോയതാ. പിള്ളേർക്കിഷ്ടം പുഴുങ്ങിയതാണ്. നമ്മൾ പുഴുങ്ങി കഴിക്കത്തില്ലേ ചമ്മന്തി കൂട്ടിയിട്ട്? അങ്ങനെയാണ് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടം. ഇത് നമ്മൾ മീൻകറിയും കപ്പയും കൂടി വേവിച്ച് കുഴച്ച് കഴിക്കുന്നതിനാണ് ഇതാണ് വേവിക്കുന്നത്. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് കപ്പ പുഴുങ്ങി എന്ന് പറയും. അപ്പോൾ അത് രണ്ടാണ്. അരയ്ക്കാനുള്ള സാധനങ്ങൾ